ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ, ഇതെന്താണെന്ന് മനസ്സിലായോ? കുറച്ച് നാളുകളായിട്ട് നമുക്ക് തുടർച്ചയായിട്ട് കണ്ടുവരുന്ന ഒരു പരാതിയാണ് ഓപ്പൺ വെല്ലുകളിൽ കണ്ടുവരുന്ന ഇതുപോലുള്ള ചെറു സസ്യങ്ങൾ അഥവാ ആൽഗകൾ. അപ്പോൾ എന്താണ് ഇതിന് കാരണമെന്നും അതിനുള്ള പരിഹാരം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹായ്, നാച്ചുറൽ ഡോപ്സ് അക്വ ടെക്നോളജിയിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ ദ വാട്ടർ എക്സ്പെർട്ട്. ഏതൊരു സസ്യത്തിനും വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നൈട്രജനും ഫോസ്ഫറസും. പ്രധാനമായിട്ട് നമ്മൾ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവളങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ കിണറിന്റെ പരിസരത്ത് നിക്ഷേപിക്കപ്പെടുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്നും മഴ പെയ്ത് വെള്ളത്തിലൂടെ അലിഞ്ഞ് ഇത് കിണറുകളിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് പ്രധാനമായിട്ടും ഇതുപോലുള്ള സസ്യങ്ങളുടെ വളർച്ചകൾ ഉണ്ടാവുന്നത്. അതിൻ്റെ കൂടെ തന്നെ സൂര്യപ്രകാശത്തിന്റെ അമിതമായ അളവും ഇതിൽ കിട്ടിക്കഴിയുമ്പോൾ അതിന്റെ വളർച്ച കുറച്ചുകൂടെ ത്വരിതഗതിയിലാവുന്നു. അപ്പോൾ നമുക്ക് ശരീരത്തിന് ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു സസ്യമാണെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നശിച്ചു പോകും. സ്വാഭാവികമായിട്ടും അതിൽ ബാക്ടീരിയ ഗ്രോത്തും വെള്ളത്തിന് ഒരു സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ ഇത് ദോഷം തന്നെയാണ്. ഇനി നമുക്കിതിന് സൊല്യൂഷൻ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായിട്ട് കിണറുകളിൽ ഇതിന് ക്ലോറിനേറ്റ് ചെയ്യാം. അത് വെള്ളത്തിന്റെ അളവിനനുസരിച്ച് അതിന്റെ ആനുപാതികമായ അളവിൽ നമുക്ക് ക്ലോറിനേറ്റ് ചെയ്യാം. അതുപോലെ സൂര്യപ്രകാശം ഇതിലേക്ക് എത്താത്ത രൂപത്തിൽ നമുക്കൊരു കവറിങ് എന്തെങ്കിലും ഒരു ഷീറ്റ് ഇട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ കുറച്ചുകൂടെ പ്രീമിയം ലെവലിൽ ചിന്തിക്കുന്നവരാണ് ഇതിനുള്ള സമയക്കുറവോ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലോറിനേഷൻ ഡോസിങ് പമ്പ് വെച്ച് ക്ലോറിനേറ്റും ചെയ്യാം. വെള്ളത്തിന്റെ സ്മെല്ല് പോലുള്ള സാധനങ്ങൾ റിമൂവ് ചെയ്യാനായിട്ട് നമുക്കൊരു വെസൽ ഫിൽറ്ററും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്കിത് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.